ഞാൻ സുസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചന്ദനവും മഞ്ഞളിൻ്റെ ഉപയോഗങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മഞ്ഞൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ല. അത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ സ്കിൻ വെളുപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മഞ്ഞളും ചന്ദനവും എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ ആൾക്കാർ നമുക്കറിയാം, അന്ന് ബ്യൂട്ടി പാർലറോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്രീമുകളോ ലോഷനുകളോ അങ്ങനെ യാതൊന്നും ഇല്ലാഞ്ഞൊരു കാലമാണ്. ആ കാലത്ത് നമ്മുടെ പണ്ട് കാലത്തെ ആൾക്കാരെല്ലാം ഈ മഞ്ഞളും ചന്ദനവും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരവരുടെ സ്കിന്ന് കെയർ ചെയ്യുന്നത് മൊത്തം ഈ രണ്ട് കാര്യത്തിലായിരുന്നു. കാരണം അവർ ഒരു കുളിക്കുന്നതിൻ്റെയൊക്കെ 1 മണിക്കൂർ മുമ്പേ അവർ പിന്നെ മഞ്ഞളൊക്കെ ഇട്ട് 1 മണിക്കൂർ നിന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു അവർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇത് മാത്രമാണ് അവർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. നമ്മുടെ ദേഹത്തെ ചുളിവുകളൊക്കെ മാറ്റാൻ ഉള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന്, ടാനിങ്, കറുത്ത പാടുകൾ, നമ്മുടെ മുഖത്ത് അവിടെ ഇവിടെയും കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നത്, കളർ ചേഞ്ചുകൾ, ഇങ്ങനത്തെ എല്ലാം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ മഞ്ഞൾ ചന്ദനം എന്ന് പറയുന്നത്. ഇതിൻ്റെ മഞ്ഞളിൻ്റെ അകത്തെ കാതലായ ഭാഗം എടുത്ത് ഉണ്ടാക്കുന്നതാണ് കുർക്കുമിൻ എന്ന് പറയുന്ന ഓയിൽ. ആ കുർക്കുമിൻ ഓയിൽ പാലിൽ ചാലിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ ദേഹം വെളുക്കും. നല്ല മഞ്ഞളും ചന്ദനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് ഒന്നും വരത്തില്ല. പണ്ട് കാലം ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഒത്തിരിയുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒത്തിരിയുണ്ട്. നമ്മുടെ ദേഹത്തെ ഇൻഫ്ലമേഷനും, നമ്മുടെ ദേഹത്ത് ചുമപ്പ് പാടുകളും, നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും കടിക്കുകയോ അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിന് നമ്മൾ ഇച്ചിരി മഞ്ഞൾ അരച്ചിട്ട് കഴിഞ്ഞാൽ അത് എളുപ്പം മാറുന്നതായിട്ട് കാണാം. ഒരുമാതിരി നമ്മുടെ ദേഹത്തുണ്ടാകുന്ന എല്ലാ ഇൻഫ്ലമേഷനും നമ്മുടെ ഈ മഞ്ഞളൊന്ന് അരച്ചിട്ടാൽ മതി, അതങ്ങ് മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ചന്ദനവും മഞ്ഞളെന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് നല്ലൊരു പാക്ക് ഉണ്ടാക്കി നമുക്ക് എപ്പോഴും ഇടാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ അതൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാകും. അത് കാരണം 1 സ്പൂൺ ചന്ദനമായി എടുക്കുന്നെങ്കിൽ 1/2 സ്പൂൺ മഞ്ഞൾ എടുക്കുക. എന്നിട്ട് അത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ അകത്തൊരു ശകലം തേനും കൂടെ ചേർത്തിട്ട്, ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ റോസ് വാട്ടറിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. അല്ല ഡ്രൈ സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഡെയിലി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. തേനൂടെ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ നമുക്ക് ഇറിറ്റേഷനുകളൊന്നും വരത്തില്ല. ഇത് രണ്ടും സമസമം എടുത്തെന്ന് പറഞ്ഞാലും ശകലം തേൻ ചേർത്താൽ മതി. അന്നേരം അതിൻ്റെ അതിൻ്റെ ഇറിറ്റേഷനൊന്നും നമുക്ക് വരത്തില്ല. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് തേനും ചന്ദനവും എന്ന് പറയുന്നത്. മഞ്ഞൾ ചന്ദനം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സൗന്ദര്യ സംരക്ഷണ വസ്തുവാണ്. അതുകൊണ്ട് എല്ലാവരും മഞ്ഞളും ചന്ദനവും ഉപയോഗിക്കുക. എല്ലാ ദിവസവും ഒരു ശകലം പാല് കുടിക്കുന്നത് നല്ലതാണ്. പാല് നമ്മളെടുത്ത് കുടിക്കാൻ നേരം ഒരു സ്വല്പം മഞ്ഞളും കൂടെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹമെല്ലാം നല്ലതായിട്ട്, മുഖമൊക്കെ നല്ലതായിട്ട് വെളുക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് നമ്മുടെ സാധാ മഞ്ഞളിനേക്കാളും ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളാണ് ഒന്നുകൂടെ ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് കാരണം എല്ലാവരും ഉപയോഗിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.